ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറണ്ട് എനർജിയാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജനറൽലെസ് റീഡിംഗുമാണ്. നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിങ്ങോ ഹീലിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് ഈ ഒരു കണക്ഷൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിന്നും പോയിട്ടുമില്ല, അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയും മറന്നിട്ടില്ല. അപ്പോൾ ഇത് പുറത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു സൈലൻസും കാര്യങ്ങളും ഒരു മിസ്സിങ്ങും ഒക്കെ ഉണ്ടാവും. പക്ഷേ സബ് കോൺഷ്യസ് ലെവലിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോഴും ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് നിങ്ങൾ ഫിസിക്കൽ വേൾഡിൽ നിങ്ങൾ തമ്മിൽ കാണുന്നില്ല ഒന്നുമില്ലെങ്കിൽ പോലും എനർജറ്റിക് ഫീൽഡിൽ നിങ്ങൾ കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാൻ പറ്റും ഇതൊരു പാസ്റ്റ് ലൈഫിൽ നിന്നുള്ളൊരു കളക്ഷൻ തന്നെയാണ്, അതല്ലെങ്കിൽ ഹയർ ലെവൽ ഓഫ് സോൾമേറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ സബ് കോൺഷ്യസ് ലെവലിലും ഒക്കെ നിങ്ങൾ നല്ല രീതിയിലൊരു കണക്ഷനൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു സാധാരണ ഒരു അട്രാക്ഷൻ അല്ല. ഇതെന്താ പറയുക, നമ്മൾ ഒരു വളരെ ഡെപ്തിലും വളരെ സ്ട്രോങ്ങുമായിട്ടും ഒക്കെ ഉള്ള ഒരു കണക്ഷൻ ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുകയാണെങ്കിൽ ആദ്യം ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ലൈറ്റായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് പെട്ടെന്നാണ് അതായത് ഫാസ്റ്റായിട്ടല്ല, നിങ്ങൾ വളരെ ലൈറ്റായിട്ടും വളരെ ചിലപ്പോൾ ഒരാൾക്ക് മാത്രമായിരിക്കാം, രണ്ടുപേർക്കും ഇഷ്ടം ഉണ്ടായിരിക്കും, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല. ആ ഡിസ്റ്റൻസിൽ നിങ്ങൾ കണ്ട് മനസ്സുകൊണ്ട് നിങ്ങൾക്ക് അറിയാം ഇഷ്ടമാണെന്ന്, പക്ഷെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിസ്റ്റൻസിൽ നിന്ന് നിങ്ങൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. പിന്നെ പതുക്കെ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ വരികയും പിന്നീടാണ് ഇത് വളരെ ഡെപ്തിലോട്ട് പോവുകയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എന്താ പറയുക, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടും വളരെ എനർജറ്റിക് ആയിട്ടും വളരെ ഹാപ്പിനെസ്സും വളരെ ജീവിതത്തിൽ ഒരുപാട് നിങ്ങൾക്ക് ഇന്നിവരും കിട്ടാത്ത തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ്, അതുപോലെ ഒരു സന്തോഷവും ഒരു ഹാപ്പിനെസ്സും ഒക്കെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ട്, അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഗ്രാജുവലി വരും തോറും ഒരു സ്ലോ ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും എനർജറ്റിക് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ആരും നിങ്ങൾ ഇതേപോലെ സ്നേഹിച്ചിട്ടില്ല, അങ്ങനത്തേക്ക് ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു പേഴ്സണും കുറച്ചൊക്കെ സ്ലോയിലാണ് വന്നുകൊണ്ടിരുന്നത്, എങ്കിലും പതുക്കെ നല്ല ഹൈ രീതിയിലൊരു അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ആ ഒരു പേഴ്സണും ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അതുപോലെ നമുക്കിവിടെ പറയാൻ പറ്റും, ഒരാൾക്ക് രണ്ടുപേരും അറ്റാച്ച്ഡ് ആണ്, പക്ഷെ രണ്ടുപേരും രണ്ട് തരത്തിലാണ് അറ്റാച്ച്ഡ്. നിങ്ങൾ മേ ബി നിങ്ങളുടെ ലൈഫിൽ ഇഷ്ടവും കാര്യങ്ങളും ഒന്നും കിട്ടാത്തത് കൊണ്ടും ഈ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇഷ്ടം കിട്ടിയപ്പോൾ അതേപോലത്തെ, അതായത് എല്ലാവരും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക, ഫാമിലി റിലേഷൻഷിപ്പ് എല്ലാ തരത്തിലും. അപ്പൊ അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് നിങ്ങളുടെ ലൈഫ് പോയെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ കുറെ അനുഭവിക്കുക, ഭയങ്കരമായിട്ടും എന്താ പറയാ, ഒരു വല്ലാത്ത ഇഷ്ടമൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ എങ്കിലും ഒരു പേടി, ഭയം, അങ്ങനെയുള്ള ഇതായിരുന്നു. ഒരാളെ പ്രോപ്പറായിട്ട് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ വീട്ടിൽ വിശ്വസിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഒരു എനർജിയിലുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പോൾ രണ്ടുപേർക്കും അറ്റാച്ച്ഡ് ആണ്, പക്ഷെ രണ്ടും രണ്ട് തരത്തിൽ അല്ലെങ്കിൽ രണ്ട് പാറ്റേണിലുള്ളൊരു അട്രാക്ഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വളരെ ക്ലോസ് ആവണമെന്നൊക്കെ വളരെ നല്ലതുപോലെ ആഗ്രഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് നിങ്ങളോട് ഭയങ്കര ഡെപ്തിലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാം അറിയണം, അങ്ങനത്തേക്ക് ഒരു ആഗ്രഹമായിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് രണ്ട് ടൈപ്പ് ഓഫ് ഇതാണ് കേട്ടോ ഉള്ളത്. വേണമെങ്കിൽ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും ചെയ്യാം. അപ്പൊ ഇതിൽ ഒരാൾക്ക് കുറച്ചൊക്കെ സ്പേസ് വേണം എന്ന രീതിയിലും ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അപ്പൊ ഒരാൾക്ക് കൂടുതൽ അറ്റാച്ച്ഡ് ആവണം, അതല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കണം, കൂടുതൽ പറയണം, കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം, എപ്പോഴും അങ്ങനത്തെ ഒരു ഇതാണ്. ഒരാൾക്ക് ഭയങ്കരമായിട്ട് സ്പേസ് വേണം, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു എനർജി ആയിട്ടാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയാ, ചില സമയത്ത് ചെറിയ കശപിശകൾ അല്ലെങ്കിൽ ഒരു ഏറ്റക്കുറച്ചിൽ പോലെയൊക്കെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. മനസ്സിലായി, ചെറിയ തരത്തിലൊക്കെ ഒരു ചെറിയ ഒരു ഡിസ്റ്റർബൻസ് പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരാൾ അതുപോലെ തന്നെ ഇമോഷണലി ഭയങ്കര ഓപ്പൺ ആയിരുന്നു, പക്ഷെ മറ്റൊരാള് അത്ര വലിയ ഓപ്പൺ അല്ല. പക്ഷെ
നിങ്ങളുടെ അത്ര ഓപ്പൺ അല്ല. അതായത് രണ്ടുപേരും ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ആണ്. മനസ്സിലായോ? അത് നിങ്ങൾ കുറേയൊക്കെ ആം, എന്താ പറയാ, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു, നിങ്ങൾ അത് അംഗീകരിച്ചു. നിങ്ങൾ രണ്ടുപേരും കൂടെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കാഷ്വൽ ആയിട്ടുള്ളൊരു അറ്റാച്ച്മെന്റോ അട്രാക്ഷനോ ഒന്നും അല്ലായിരുന്നു. മനസ്സിലായോ? അപ്പോ പെട്ടെന്ന് തോന്നിയ ഒരു ക്രഷും അല്ലാഞ്ഞത് കൊണ്ട് ഈ ബോണ്ട് വളരെ സ്ട്രോങ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫീലിങ്സും ഇമോഷൻസും എല്ലാം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടൊരു രണ്ട് ആംഗിളിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാനും കൂടുതൽ ഒരു ഫ്രണ്ട്ഷിപ്പ് രീതിയിലോ അതല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ വന്ന ആൾക്കാരും ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ആദ്യമൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഫ്രണ്ട്സോ ഫാമിലീസോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ കളികളൊക്കെ ഉണ്ടാകാമായിരിക്കാം. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഇങ്ങനത്തെ, അതായത് ഒരാൾക്ക് ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡ് ആണെങ്കിൽ ഒരാൾക്ക് സ്പേസ് വേണം, അങ്ങനത്തെ രീതിയിലോട്ടൊക്കെ വന്നപ്പോൾ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തന്നെ നിങ്ങൾ തമ്മിൽ ഒരു ചെറിയ രീതിയിലൊരു ഡിസ്റ്റൻസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പതുക്കെ പതുക്കെ വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ പുറത്ത് വളരെ സ്ട്രോങ് ആയിട്ടൊക്കെ കാണിക്കുമെങ്കിലും പക്ഷെ പതുക്കെ അയാളുടെയോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു മാറാൻ, അതായത് ബിസി ആയിട്ടൊരു ലൈഫ്, അതല്ലെങ്കിൽ എനിക്ക് ജോലിയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അയാള് നിങ്ങളെ കുറച്ചൊക്കെ അകറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഡിസ്റ്റൻസ് വരികയും ചെയ്തത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സൈലൻസിലും നിന്നും ഒക്കെ അവർക്ക് ശരിക്കും മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സൈലൻസ് ശരിക്കും പറഞ്ഞാൽ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഏ കാരണം എന്ന് വെച്ചാൽ അവർക്ക് അന്നത്തെ ആ ഒരു സ്റ്റേജിലും അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഫീലിങ്സിന്റെ ആ ഒരു ഇടയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെയും രണ്ട് ഓപ്പോസിറ്റ് ക്യാരക്ടറൊക്കെ ആയതുകൊണ്ടുള്ള ഒരു ഡിസ്റ്റൻസും അതിൻ്റെ ഇടയ്ക്ക് ഫ്രണ്ട്സും ആരെങ്കിലുമൊക്കെ കളിച്ചതും ഒക്കെ കൊണ്ട് തന്നെ ഡിസ്റ്റൻസിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളിൽ നിന്നുള്ള സൈലൻസും നിങ്ങളോട് മിണ്ടാതിരിക്കുന്ന അതെല്ലാം കൂടെ കൊണ്ട് അവർക്കൊരു ഫുള്ളി ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു എനർജി, അതായത് നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആയെന്നല്ല പറയുന്നത്, അവർക്ക് ആ ഒരു ഡിസ്റ്റർബൻസ് ഇഷ്ടമല്ല, സൈലൻസിന്റെ ആ ഒരു അതൊട്ടും സോറി അവർക്ക് ആ ഒരു സൈലൻസ് ഇഷ്ടമല്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് നേരത്തെ ഒരു ഈഗോ ഉണ്ടായിരുന്നു, ഒരു ഫിയർ ഉണ്ടായിരുന്നു. അത് ചിലപ്പോ ഈ എല്ലാം നഷ്ടപ്പെട്ടും ഒക്കെ പോയതിന്റെയൊക്കെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അവർക്കുണ്ടായിരുന്ന ആ ഒരു ജീവിതത്തിൽ നേരത്തേക്ക് ഉണ്ടായിരുന്ന പ്രോബ്ലംസ് വെച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയായിരുന്നു ഇനിയും അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ട്രോമ ബേസ് തന്നെയാണ് എല്ലാവർക്കും ഉള്ള പ്രോബ്ലംസ്, അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ ഫ്രണ്ട്സും ഒക്കെ ഇടപെട്ടതൊക്കെ കൊണ്ട് തന്നെയാണ് ഇതങ്ങോട്ട് മാറിപ്പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സന്റെ മൈൻഡിൽ നിങ്ങളുണ്ട്, നിങ്ങളോടുള്ള അട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, അവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഒരു പേടിയുണ്ട്. കാരണം വെച്ചാൽ ഞാൻ അങ്ങോട്ട് ഇനി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നൊക്കെ ഒരു ഫീലിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെയ്ത കാര്യങ്ങൾക്കും നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് ആയിട്ട് പോയതെന്നും അതുപോലെ ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറിയെന്നും ഈ ഒരു സിറ്റുവേഷൻ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിൽ നിന്നൊക്കെ അവർക്ക് വളരെയധികം റിഗ്രറ്റ് ഉണ്ട്. അത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇത്രയും നിങ്ങൾക്ക് ഒരു സ്പേസ് വേണം, അതൊക്കെ തന്നെയായിരിക്കും കാര്യങ്ങൾ. മനസ്സിലാവും, വലിയ സംഭവം ഇല്ലെന്ന് നിങ്ങൾക്കും അറിയാം. അപ്പോൾ അതിൽ നിന്നും നിങ്ങളോട് പ്രോപ്പറായിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. നിങ്ങളുടെ എന്താണ് നിങ്ങളോട് ഇമോഷണലി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണോ അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ തിരിച്ചു നടന്നു പോയി നിങ്ങളുടെ ലൈഫ് ചൂസ് ചെയ്ത്. അപ്പൊ അതുമൊക്കെ ഓർക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് വളരെ സങ്കടമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പ്ലേസിൽ അവർക്ക് വേറെ ആരെയും റീപ്ലേസ് ചെയ്ത് വെക്കാനോ കാണാനോ ഒന്നും പറ്റില്ല. മനസ്സിലാവും, പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അവർക്ക് ആ ഒരു തിരിച്ചറിവൊക്കെ വന്നു തുടങ്ങിയത്. കാരണം വെച്ചാൽ നേരത്തെ പേടിയുടെയൊക്കെ പുറത്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ അയാൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളാണ് അതായത് നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ആരെയും എനിക്ക് അവിടെ ചെയ്യാനും എടുക്കാനോ ഒന്നും പറ്റില്ല എന്നൊരു തിരിച്ചറിവൊക്കെ ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. അവർക്ക് നിങ്ങളെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട്. അതും ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത ഓരോ കാര്യങ്ങളും നിങ്ങളുടേതായിട്ടുള്ള ലോകത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ളത് സംസാരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളെ ഉള്ളില് വളരെയധികം വിഷമമുണ്ട്. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു കംഫർട്ട് സോൺ ആയിരുന്നു. മനസ്സിലായോ? അവരുടെ ജീവിതത്തിൽ ഇന്നേ വരെ ആരും ഇതേപോലത്തെ ഒരു
ഇഷ്ടങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, ഇപ്പൊ പാരന്റ്സ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ എവിടുന്നെങ്കിലൊക്കെ. പക്ഷെ അതൊന്നും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ല. മനസ്സിലായി, ചിലപ്പോൾ പിടിച്ച് ഇഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ആവശ്യത്തിനോ, അങ്ങനത്തെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ ഉള്ള ഒരു പേഴ്സൺ. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു രീതിയിൽ തന്നെയാണ് അവരും പേടിച്ച്, അതായത് ഉള്ളിലുള്ള പേടിയിൽ കൊണ്ട് തന്നെയാണ് നിങ്ങളോട് അവർ അട്രാക്റ്റഡ് ആയത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്രസൻസ് ആഗ്രഹിക്കുന്നു, നിങ്ങളോടെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് പറ്റിപ്പോയ ആ ഒരു തെറ്റിനെ ചൊല്ലി അവർക്ക് മാപ്പ് പറയണമെന്നുണ്ട്. ആഹ് അതുപോലെ തന്നെ നിങ്ങൾ ഹേർട്ട് ആയിട്ടുണ്ടെന്ന് അവർക്കറിയാം. അതിൽ വളരെ നല്ലപോലുള്ളൊരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് അവർക്കറിയാം. നിങ്ങൾ വളരെ സ്ട്രോങ്ങും വളരെ സെൽഫ് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് അവർക്കറിയാം. പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് നിങ്ങൾക്കുണ്ടായ വിഷമം, അതായത് ആഹ് വലിയ പ്രോബ്ലം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇല്ലാന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ടും ഈ ഒരു ഈഗോയും ഈ ഒരു കാര്യങ്ങളെ കൊണ്ട് നിങ്ങളായിട്ട് അങ്ങ് ഡിസ്റ്റൻസ് ആയി പോയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹാർട്ട് കംപ്ലീറ്റ്ലി ക്ലോസ് ആയിട്ടുണ്ടോ എന്നൊരു പേടി ഈ ഒരു വ്യക്തിക്ക് നല്ലതുപോലെ ഉണ്ട്. പിന്നെ ചില സമയങ്ങളിലും ഒക്കെ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ മെമ്മറീസ് വരാറുണ്ട്. പാട്ടുകൾ കേൾക്കുമ്പോൾ നിങ്ങളെ പറ്റിയുള്ള ഓർക്കാറുണ്ട്. പിന്നെ അതേപോലെ നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത സെയിം സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴും നിങ്ങളെപ്പറ്റി ആലോചിക്കാറുണ്ട്. പിന്നെ അയാളുടെ ലൈഫിൽ അയാൾ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും നിങ്ങളുടെ കാര്യമൊക്കെ ഓർത്തിട്ടാണ് അയാളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് ജീവിതത്തിൽ ഓരോ ഇതിലോട്ടും അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കണക്ഷൻ ഡെഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കണക്ഷൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മുറിച്ച് കളഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല ഇത്. ഒരു ജസ്റ്റ് ഒരു ടൈം പീരീഡിനത്തേക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പോസ് ആക്കി വെച്ചിരിക്കുകയാണ്. മനസ്സിലായി, നിങ്ങൾ തമ്മിലുള്ള സോൾ കോഡുകളൊന്നും കട്ടായിട്ടും ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് അത്ര മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ശരിക്കും പറഞ്ഞാൽ കാണേണ്ടത്. അതായത് രണ്ടുപേർക്കും ഫീലിങ്സ് നല്ലതുപോലെ ഉണ്ട്. അത് സ്റ്റിൽ അതേപോലെ തന്നെ എനർജറ്റിക് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ഈ ഒരു എല്ലാത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈഗോയും കാര്യങ്ങളും പ്രോപ്പറായിട്ട് സംസാരിക്കത്തില്ല, അതൊക്കെ തന്നെയാണ്. അപ്പൊ ഇവിടെ അത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു വെയിറ്റിംഗ് സ്റ്റേജ് ആണ് ഇപ്പൊ നിങ്ങൾ എന്താ പറയാ, ഈ ഒരു കാര്യത്തിൽ നിന്നൊക്കെ കുറച്ച് ബ്രേക്ക് എടുത്ത് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് മൈൻഡൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്റ്റേജ് ആയിട്ട് തന്നെയാണ് ഇപ്പൊ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസിനെ പറയാൻ പറ്റുന്നത്. പറഞ്ഞാൽ ആ ഒരു പേഴ്സന്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തോട്ട് വരണമെന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. മനസ്സിലായോ? പക്ഷെ നിങ്ങളോട് എങ്ങനെ എക്സ്പ്ലനേഷൻ തരും, നിങ്ങൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കും, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സൈലൻസ് എങ്ങനെ ബ്രേക്ക് ചെയ്യണം എന്നൊക്കെ അവർ ഡീപ്പായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർ വന്ന ഓരോ വഴികളും അതുമൊക്കെ ഉള്ളിലൊരു പേടിയായിട്ട് അവരുടെ ഉള്ളിൽ നിൽപ്പുണ്ട്. അതിൽ കൂടെ ഒക്കെ തന്നെ കടന്നിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തോട്ട് വരാൻ തന്നെ ശ്രമിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമുണ്ട്. നിങ്ങളോട് നല്ല രീതിയിൽ ഒരു എന്താ പറയാ, ഒരു അട്രാക്ഷൻ ഉണ്ട്. പിന്നെ നിങ്ങൾ ആ ഒരു പേഴ്സൺ നിങ്ങൾ ഹേർട്ട് ചെയ്തിട്ടുണ്ടോ വെച്ചാൽ ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അവർക്കറിയാം. പിന്നെ ഈ റിലേഷൻഷിപ്പിൽ ഈഗോ ഉണ്ടോ വെച്ചാൽ ഈഗോ ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്, ഇല്ല എന്ന് പറയില്ല. പക്ഷെ അവർക്കാണ് നല്ല രീതിയിൽ ഈഗോ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വരുമ്പോഴും നിങ്ങൾ വളരെ ക്ലാരിറ്റിയോടുകൂടിയും വളരെ ആത്മാർത്ഥതയോടെയും നിങ്ങൾ തമ്മിൽ വളരെ മെച്ചുറായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ഫീലിങ്സും അയാളുടെ ഉള്ളിലുള്ള ഫീലിങ്സും പ്രോപ്പറായിട്ട് സംസാരിച്ച് നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാനാണ് പറയുന്നത്. ഇതിനിടയിൽ വേറെ ഈവൻ ഫ്രണ്ട്സിനെ പോലും ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഏത് രീതിയിൽ വേണമെങ്കിലും പോകാനുള്ള കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു പേഴ്സണ് ചൈൽഡ്ഹുഡ് ട്രോമയിൽ ഒരു ഫിയർ വന്നിട്ടുണ്ട്. ഒന്നും കിട്ടാതെ വരിക, അതല്ലെങ്കിൽ ഞാൻ എന്താഗ്രഹിച്ചാൽ അത് എങ്ങനെയെങ്കിലൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോകും, അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പൊ ആ ഒരു എനർജി ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു തരത്തിൽ ആരെങ്കിലും ഇതിൻ്റെ ഇടയിൽ കയറി വന്ന് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവ് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലം നിങ്ങൾ തമ്മിൽ തന്നെ പറഞ്ഞ് തീർക്കുക. അപ്പൊ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഒരു പേഴ്സൺ ഇഷ്ടമുണ്ട്, നിങ്ങൾക്കുള്ളതുപോലെ തന്നെ ഉണ്ട്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയൊന്നുമില്ല. നിങ്ങളുടെ ലൈഫ് ലോങ് തന്നെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.